ഹലോ ഗേസ്, അപ്പം ഞങ്ങളിപ്പോൾ രമേശ് ചേട്ടൻ്റെ കായൽ ചായക്കടയിലേക്കാണ് പോകുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് ചെറുവാഞ്ചേരി എന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ സ്കൂട്ടിയിലായിരുന്നു പോയത്. തലശ്ശേരിയിൽ നിന്നായതുകൊണ്ട് അധികം ദൂരമില്ല, അതുകൊണ്ട് സ്കൂട്ടിയിലായിരുന്നു പോയത്. അപ്പോൾ നമ്മുടെ ആ ഏകദേശം ഒരു 2000 ആ ഒരു സമയത്തുള്ള ഒരു ചായക്കടയില്ലേ, ഏകദേശം അതേ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആയിരുന്നു അവിടെ ഞങ്ങൾ തോന്നിയത്. ഒരു ഓലപ്പുര, നല്ലൊരു സെറ്റപ്പാണ് അവിടെ കാണുമ്പോൾ. ആ പഴയ ആകാശവാണി, തിരുവനന്തപുരം ആകാശവാണി, ആ വാർത്തയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കടകളിൽ നിന്ന് ഏകദേശം കുറേ ആയി ഞാനും ചായപ്പൊടി പോയിട്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഫീലിങ്സ് എന്തായാലും കിട്ടുന്നില്ല. പിന്നെ അവരൊന്ന് പറമ്പിൽ തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു നേന്ത്രക്കൊലയായാലും മാങ്ങയായാലും എല്ലാം അവരെ വീട്ടിൽ നിന്ന് തന്നെ ഇല്ലായിരുന്നു, അവരെ പറമ്പിൽ തന്നെ ആക്കുന്നതാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ ഏകദേശം ബെഞ്ചുകളൊക്കെ കാലിയായിരുന്നേ. കാരണം വെച്ചാൽ ഏകദേശം ഒരു 3 മണിയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ചോദിച്ചാലും പറഞ്ഞു രാവിലെയൊക്കെ നിറയെ ആളായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇനി വരുന്ന ആൾ വരുന്നേ ഉള്ളൂ. അവർ ഏകദേശം 9 മണി വരെ ഉണ്ടാവും രാത്രി. രാവിലെ 5:30 മുതൽ 9 മണി വരെ അവിടെ അത്രയും തിരക്കായിരിക്കും. അപ്പോൾ അവരെ എന്തൊക്കെ കഴിക്കാനുള്ള വേണ്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് പൂച്ചയുണ്ടേനു. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞങ്ങൾ ലാസ്റ്റ് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ വീഡിയോയിൽ നോക്കിയിട്ട് കോപ്രായങ്ങളെല്ലാം കളിച്ച് കുറേ കോപ്രായങ്ങൾ കളിച്ച് ഞാൻ പൂച്ചേനെ കാണിച്ചാലും വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂച്ചേനെ കാണിച്ചു. ഇതാണ് എനിക്ക് പേടിയുള്ള പൂച്ച. കണ്ടോ ഗൈസ്? അപ്പോൾ ഈ പൂച്ചേൻ്റെ പേര് അറിയെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇതാണ്. നമ്മൾ കായും കോയും 2 പ്ലേറ്റ് കായും കോയും പിന്നെ 2 കാന്താരി മുട്ടയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെ കായ് പുയിക്കും പിന്നെ ഒരു ചിക്കൻ കറിയും അങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടാവുക. പുയിക്കിൽ ചിക്കൻ കറി കഴിക്കുന്നവരാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കാന്താരി മുട്ട വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാന്താരി ചമ്മന്തി തേച്ചിട്ട് മൂടി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം തിന്ന് നല്ല അന്നേരം നമ്മൾ ഒരു ചൂട് കട്ടൻ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 എണ്ണം. ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള കട്ടൻ ചായ. പിന്നെ നമ്മൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു അവിടെ. കുറേ മാങ്ങ, എന്തോ ഒരു മാങ്ങേൻ്റെ പേരുണ്ടായിരുന്നു, അതെനിക്കറിയില്ല. കുറേ വാഴക്കൊല ഉണ്ടായിരുന്നു. പിന്നെ വടകരയിൽ നിന്ന് കൊട്ടിയൂരേക്ക് പോകുന്ന കുറേ ആളുണ്ടായിരുന്നു. അവർ വടകരയിൽ നിന്ന് നടന്നിട്ട് ഇവിടെ ചെറുവാഞ്ചേരിയിലേക്ക് എത്തിയതാണ്. ഓരോ സ്ഥലത്ത് റെസ്റ്റ് എടുത്തിട്ട് ഇതാക്കെ എന്നിട്ട് നമ്മൾ ഇറങ്ങിയാൽ കുറച്ച് ആൾ കൂടിയിട്ടുണ്ടായിരുന്നു. വാഴക്കൊലയെല്ലാം ഉണ്ടായിരുന്നു. ഈ മാങ്ങക്ക് 1 കിലോന് 50 റുപ്യ ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. പഴയ ഒരു ചായക്കടൻ്റെ ഒരു ആംബിയൻസ് ഇല്ലേ, അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പുറത്താണ് പൈപ്പ് ഉണ്ടാവുക. ഞാൻ വെറുതെ ഒരു കിച്ചണിൽ കയറിയിട്ട് വീഡിയോ എടുക്കുന്നുള്ളൂ. പിന്നെ അവർ ഉപ്പിലിട്ടതിൻ്റെ എല്ലാം റേറ്റ് എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർ ബില്ലാക്കാൻ തുടങ്ങി. അവിടെ മച്ചിങ്ങയാട്ടോ ഉപ്പിലിട്ടിട്ടുള്ളത്. പിന്നെ ബില്ലൊക്കെ എഴുതാൻ. പിന്നെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ട്
പിന്നെ വേറെ കടയിൽ നിന്നാണ് മാങ്ങ വാങ്ങിയത്. ഒരു 3 കിലോ ആണ് വാങ്ങിയത്. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് അവരൊരു മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. 3 കിലോ വാങ്ങിയതുണ്ട്. എന്തിനാന്നറിയില്ല, തന്നിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരം, തേന് തിന്നുന്ന പോലെ ഉണ്ട്, തേന് കുടിക്കുന്ന പോലെ ഉണ്ട്. അതെല്ലാം ജ്യൂസ് അടിച്ചാൽ നല്ല തേന് കുടിക്കുന്ന പോലെ ഉണ്ട്, മാങ്ങ ജ്യൂസ് അടിച്ചാൽ. അപ്പോൾ ബൈ.